ശരി, ഇപ്പോൾ ശ്രീജിത് പണിക്കർ കൂടി ചേരുകയാണ്. ശ്രീജിത് പണിക്കർ, ഈ കാരണഭൂതനിൽ നിന്ന് ഇപ്പോൾ കാവലാളിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതൊരു അവതാര പെരുക്കം എന്ന് തന്നെ പറയാം. ഇത് ഈ വർണ്ണനകൾക്ക് ഇങ്ങനെ കാത് വെച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്ന് ഈ കവി തന്നെ പറയുന്നത് കേട്ടാൽ വളരെ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള വർണ്ണനകൾ നടത്തി എന്നതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ചെവി കൊടുത്തത് എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. ശ്രീ മഞ്ജുഷ്, ഇത് രാജഭരണത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മുടെ നാട്ടിൽ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങളൊക്കെ എഴുതുന്ന അദ്ദേഹത്തിൻ്റെ കോർട്ടിൽ തന്നെയുള്ള കവികളുണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ധനസമ്പാദനത്തിനോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ നേടിയെടുക്കുന്നതിനോ സ്വർണം കിട്ടുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ഇതേപോലെ സ്തുതിച്ച് കവിതകൾ എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് കഴിയുന്ന സമയത്ത് വളരെ പ്രസന്നനായിട്ട് രാജാവ് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ മാല അല്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന ഒരു സ്വർണ്ണവള, അതല്ലെങ്കിൽ ഒരു പണക്കിഴി, ഇതൊക്കെ തന്നെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് CPM-കാർ പോലെയാണ് നമ്മളോട് പലപ്പോഴും പറയുക. പക്ഷേ പല പ്രവൃത്തികളിലും നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് രാജഭരണ കാലത്തുണ്ടായിരുന്ന എല്ലാവിധ അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു രാജാവിനെ പോലെ തന്നെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്, ഒരുപക്ഷെ രാജാവിൻ്റെ അടുത്തേക്ക് ആൾക്കാർക്ക് പോകാൻ കഴിയാത്തതുപോലെയുള്ള ഒരവസ്ഥയുണ്ട്. വലിയ പരിവാരങ്ങളും കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ സ്തുതി ഗീതങ്ങൾ. അത് പ്രത്യേകിച്ച് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അത് ഇറക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ല. പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്ത് നേരത്തെ അനൗൺസ് ചെയ്ത് പാട്ട് പുറത്തുവിട്ട് വരികൾ പുറത്തുവിട്ട് ഒക്കെയാണിത് പാടുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ ഇതിനോട് പ്രതികരിച്ചിരുന്ന രീതി നമ്മൾ കണ്ടതല്ലേ. ഇങ്ങനെ ഒരു പാട്ടിനെ പറ്റി കേട്ടിട്ടില്ല, ആരാണ് എഴുതിയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പിന്നീട് ചില പരാമർശങ്ങൾ വരുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടാകും എന്നാണ്. അതായത് തനിക്കെതിരെ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ചെറിയ പ്രശംസ പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഹൃദയവേദന അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്കുണ്ടാകും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള വിജയനുണ്ട്. പഴയ വിജയനുമുണ്ട്, പുതിയ വിജയനുമുണ്ട്. പുതിയ വിജയൻ ഒരുപക്ഷെ പഴയ വിജയൻ്റെ പല നിലപാടുകളും മറന്നുപോയി എന്നാണ് തോന്നുക. കാരണം പാർട്ടിയിൽ ഇങ്ങനെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്തുതിഗീതങ്ങൾ ഉണ്ടാകാൻ പാടില്ല, വ്യക്തിപൂജ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള CPM-ൻ്റെ ഒരു നിലപാടിനെ പറ്റുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കാനായിട്ട് ശ്രമിച്ചിരുന്നയാളാണ് ശ്രീ പിണറായി വിജയൻ. അത് നമുക്ക് P. ജയരാജൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറിയാം. അദ്ദേഹം ഏത് സമയത്താണ് കൃഷ്ണപിള്ളയുമായി താരതമ്യം ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായത്, ജയരാജന് വേണ്ടിയിട്ടൊരു ആർമി ഉണ്ടായത് എങ്ങനെയാണ്, തുടങ്ങിയ കാര്യങ്ങളും ആ സമയത്തുണ്ടായിരുന്ന പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ, ഇടപെടൽ, പല പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ആയതിനു ശേഷം ശ്രീ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഒരു U-ടേൺ ആണ് കാണുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പല ഗാനങ്ങൾ കണ്ടു. ആദ്യത്തേതുണ്ടായിരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നില്ല, മറിച്ച് അത് പാർട്ടിയുടെ മാത്രമായിട്ടുള്ള സ്പോൺസർഷിപ്പിൽ വന്ന കാര്യമായിരുന്നു. അപ്പോൾ അതൊരു പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന, എല്ലാവർക്കും അറിയാവുന്ന ഒരു തിരുവാതിര ഗാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടാണ്. അപ്പോൾ ആ കാരണഭൂതൻ എന്ന് പറയുന്ന പാട്ടിൻ്റെ വരികളാണെങ്കിലും അതിൻ്റെ അർത്ഥമാണെങ്കിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥമില്ലായ്മയാണെങ്കിലും ഒക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്, ട്രോൾ ചെയ്യപ്പെട്ടതാണ്, പരക്കെ വിമർശിക്കപ്പെട്ടതാണ്. അപ്പോൾ അത് കിട്ടിയിരിക്കുന്ന ചൂടുവെള്ളത്തിൽ വീഴുന്ന ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് തണുത്ത വെള്ളം കാണുന്ന സമയത്തും ഒരു അങ്കലാപ്പൊക്കെ, ഒരു ആശങ്കയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന പൂച്ചകൾക്കൊക്കെ തന്നെ അങ്ങനെ ഒരു ആശങ്കയില്ല എന്ന് മാത്രമല്ല, കാണുന്നിടത്തെല്ലാം തന്നെ വേണമെങ്കിൽ ചാടിക്കോ എന്ന് കരുതിയിട്ട് ചൂടും തണുപ്പുമുള്ള വെള്ളമെല്ലാം തന്നെ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഇതിൽ മുമ്പ് ഈ രീതിയിലത്തേക്കുള്ള ഒരു വിമർശനത്തിന് വിധേയനായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ള ഒരു നിലപാട്, അത് പാർട്ടിയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ശരിയല്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാത്തതെന്നാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും തന്നെ മുഖ്യമന്ത്രി അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. കാരണം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഏതൊരു പരിപാടിയും, അത് പാർട്ടി പരിപാടി ആയിക്കോട്ടെ, അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പങ്കെടുക്കുന്ന പരിപാടി ആയിക്കോട്ടെ, സ്വകാര്യ ചടങ്ങായിക്കോട്ടെ, അതിലെല്ലാം തന്നെ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് അദ്ദേഹം എത്തുക, എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്, സുരക്ഷ എന്തായിരിക്കണം, ആൾക്കാർ എവിടെ ഇരിക്കണം, എത്ര പേരിരിക്കണം, ആർക്കൊക്കെ ആക്സസ് ഉണ്ട്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അവിടെ പ്രവേശിക്കുന്ന സമയത്ത് എന്താണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹം അവിടെ വേദിയിൽ വന്നതിന് ശേഷം എത്ര സമയം ഇരുന്നതിന് ശേഷമാണ് സംസാരിക്കുക, സംസാരിക്കുന്നതിൻ്റെ ഓർഡർ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയാവുന്നതാണ്. അത് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും അവിടെയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വലിയ രീതിയിലത്തേക്കുള്ള സ്തുതി ഗാനങ്ങളൊക്കെ തന്നെ പാടുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹം വേദിയിൽ വരുന്നു. വേദിയിൽ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് പോലും ഈ പാട്ട് തീരുന്നില്ലല്ലോ, അതിൻ്റെ അവസാന ഭാഗം അപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ടുള്ള വലിയ
സ്തുതിഗീതങ്ങളൊക്കെ അപ്പോൾ നടക്കുന്ന ഈ സമയത്ത് സ്തുതി പാഠകർക്ക് യാതൊരു വിധത്തിലുള്ള നല്ല കാലം വരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി ഉണ്ടല്ലോ. ആര് സ്തുതി അല്ല, അതിൽ പാടിയാലും രണ്ട് അത് തരത്തിലാണ്. ആസ്വദിക്കുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയുകയാണ്. ഇപ്പോൾ തന്നെ ഇതെഴുതിയ ചിത്രസേനൻ തന്നെ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചറായിട്ട് താൽക്കാലിക നിയമനം കിട്ടിയ ആളാണ്. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നിയമനം തന്നെ ഇപ്പോൾ അത് ശരിയായ രീതിയിലുള്ളതല്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ വരികയാണ്. ഇതൊക്കെ അറിയാവുന്ന കാര്യം കൂടിയാണ്. അദ്ദേഹത്തിന് എന്തോ ഏപ്രിൽ 25-ന് അപേക്ഷ നൽകി, എന്നാൽ മെസ്സഞ്ചറായി 24-ന് തന്നെ ഉത്തരവിറങ്ങി. ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഉപകാര സ്മരണ എന്ന രീതിയിലാണ് ചിത്രസേനൻ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അതിനാണ് ചെവി കൊടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി. വെറും 3 മണിക്കൂർ കൊണ്ടാണ് താൻ ഈ വരികളെല്ലാം തന്നെ ഈ കഠോരമായിട്ടുള്ള വരികളെല്ലാം തന്നെ എഴുതി തീർത്ത് അതിനെ ട്യൂൺ ചെയ്ത് റെഡിയാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിരുന്ന അഭിമുഖത്തിൽ പറയുന്നത് ഒരു കോഴി മുട്ടയിടുന്നത് പോലെ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു ഇത് എന്നൊക്കെയാണ്. എന്തായാലും അങ്ങനെയുള്ള ഒരു മുട്ടയല്ല നമ്മൾ കാണുന്നത്. കാരണം ഇതിൽ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം കൊടുത്തിരിക്കുന്ന കത്തിൽ പോലും അദ്ദേഹം എന്തുകൊണ്ടാണ് പുതിയൊരു ജോലി അദ്ദേഹം താല്പര്യപ്പെടുന്നത്, തൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് അതിൽ തന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്ന പോസ്റ്റ് ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ മെസ്സഞ്ചർ പദവി അദ്ദേഹത്തിന് കിട്ടണമെന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ആവശ്യപ്പെടുന്നു. പക്ഷേ ആവശ്യപ്പെടുന്നതിൻ്റെ തലേന്ന് നമ്മൾ ഈ ദേശാഭിമാനിയെ പറ്റിയൊക്കെ പറയത്തില്ലേ, നേരത്തെ അറിയാൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ഇദ്ദേഹം ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഇടുമായിരിക്കും എന്ന് കരുതി ആൾക്കാർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ അഭീഷ്ടം എന്താണോ അത് സാധിച്ചു കൊടുക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഭരണം നിൽക്കുന്ന ഒരു നാട്ടിൽ ടൈം ട്രാവൽ ഉപയോഗിച്ചുകൊണ്ട് തലേ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ തന്നെ കൊടുക്കുന്ന രീതിയിലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് നിരവധി ഉദാഹരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു വേദിയിലിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അദ്ദേഹം ഇടപെടും. അദ്ദേഹം വേദിയിലിരിക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഒരു പ്രസംഗത്തിൽ കാലതാമസം ഉണ്ടായാലോ ഒരു പരിപാടിയിൽ ഒരു കാലതാമസം ഉണ്ടായാലോ ആ സമയത്ത് അദ്ദേഹം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ഉദ്ഘാടന ചടങ്ങാണോ, അത് ദീപം തെളിയിക്കുന്നതാണോ, ആരെങ്കിലും പാടുന്നതാണോ, അവതാരകർ പറയുന്നതാണോ, ഇതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് പോലും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമോ അദ്ദേഹം വളരെ അച്ചടക്കമുള്ള 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ചടക്കം എന്താണോ ആ രീതിയിൽ തന്നെ അദ്ദേഹം അവിടെ വന്ന് മറ്റുള്ള ആൾക്കാരോടൊപ്പം ആ കസേരയിൽ ഇരുന്ന് ഈ പാട്ട് മുഴുവൻ കേട്ട് ആസ്വദിച്ചതിന് ശേഷമാണ് പിന്നീട് ആ ചടങ്ങിലേക്ക് പോലും പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും തന്നെ നേരത്തെ അറിയാത്തതല്ല, ഇതാരാണ് എഴുതുന്നത് എന്നുള്ളത് അറിയാത്തതല്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഓഡിറ്റിന്റെ ഭാഗമായിട്ട് ഈ പ്രോസസ്സ് സംശയമില്ലാത്ത കാര്യമാണ്.